ഹായ്, എല്ലാവരും എന്നാ പറയുന്നു? ഇന്ന് എൻ്റെ അഡീനിയം പ്ലാന്റിലുണ്ടായേക്കുന്ന പൂ കാണാനായിട്ട് തിരിക്കുന്ന എല്ലാ നല്ല കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി സുന്ദരിയായ അഡീനിയമെന്നോ അല്ലെങ്കിൽ ഒത്തിരി നല്ല വെറൈറ്റി കളറെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇന്നത്തെ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്കറിയാം, നല്ല വെള്ള കളറിൽ അതിൽ ഒരു ഡിസൈനോ ഒന്നുമില്ലാത്ത ഒരഡീനിയത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ ആദ്യത്തെ ഒരു പ്രാവശ്യം പൂ വിട്ടതായിരുന്നു. അന്ന് നിറയെ പൂക്കളുണ്ടായിരുന്നു. അന്നൊരു വീഡിയോ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ഇത് രണ്ടാമത്തെ പ്രാവശ്യം വന്ന മുട്ടുകളാണ്. അത് പക്ഷെങ്കിൽ വളരെ കുറച്ച് പൂക്കളും മുട്ടുകളേ ഉണ്ടായിട്ടുള്ളൂ. ഒരു 2-3 പ്രാവശ്യമൊക്കെ നല്ലതായിട്ട് പൂവിടും. എന്നാലും രണ്ടാമത്തെ പ്രാവശ്യം വരുന്നതിൽ അത്ര പൂക്കളുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആദ്യം വരുന്നതിലാണ് ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാകുന്നത്. അഡീനിയം പ്ലാന്റിൽ ഒരു ഡിസൈനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുമില്ല. അത് വെള്ള കളർ മാത്രമേ ഉള്ളൂ. അത് വിരിഞ്ഞ് വരാനൊന്നും അധികം താമസമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ പൂക്കൾ വിരിയുകയും ചെയ്യും. അത് 3-4 ദിവസമൊക്കെ ഒരു പൂ നിൽക്കുകയും ചെയ്യും. ഈ പ്ലാന്റ് ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഒരു 5 വർഷത്തോളമായി. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാനിത് പ്രൂണിങ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ കൊമ്പുകൾ ഒത്തിരി നീണ്ടു പോകുന്ന കൊമ്പുകളല്ല. ഒരു മീഡിയം ലെവലിലങ്ങ് നിൽക്കുന്ന ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ഈ വൈറ്റ് പ്ലാന്റ്. അനേകം റെഡ് വെറൈറ്റി കളറിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ റോസ് കളറിൻ്റെ ഇടയ്ക്ക് ഈ വെള്ള അഡീനിയം വിരിഞ്ഞ് നിൽക്കുമ്പം അതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ വൈറ്റും റെഡും കൂടെ കൂടിയ കളറിൽ ഞാൻ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു അഡീനിയം പ്ലാന്റ് വെച്ചിരിക്കുന്നത്. അപ്പം ആ റെഡ് കളറും ഈ വൈറ്റ് കളർ പൂവും കൂടെ ഒന്നിച്ച് വന്നപ്പം ആ അഡീനിയത്തിന് നല്ലൊരു ഭംഗിയായിരുന്നു. അപ്പം വൈറ്റ് കളർ തന്നെ നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ റെഡ് കളറോടൊക്കെ വരുമ്പോൾ ഈ വൈറ്റ് കളറിന് ഒത്തിരി ആകർഷണീയം നമുക്ക് തോന്നും. എന്തിരുന്നാലും ഈ വെള്ള അഡീനിയം എനിക്കൊത്തിരി പ്രിയപ്പെട്ടതാണ്, എനിക്കൊത്തിരി ഇഷ്ടമാണ്. ആദ്യകാലങ്ങളിലൊന്നും ഈ ഡബിൾ പെറ്റൽസ് ആയിട്ടുള്ള അഡീനിയത്തിൻ്റെ വെള്ള കളർ കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം നമുക്ക് ഒത്തിരി അത് കിട്ടുന്നുണ്ട്. അന്ന് ആദ്യകാലങ്ങളിലൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഞാനും ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു മോഹവില തന്നെ കൊടുത്താണ് അന്ന് ഈ വൈറ്റ് പ്ലാന്റ് ഞാൻ വാങ്ങിച്ചത്. പലപ്പോഴും അഡീനിയം പ്ലാന്റിൻ്റെ കോഡെക്സും അതിൻ്റെ പൂക്കൾ വന്ന് നിൽക്കുമ്പോഴുള്ള ഭംഗിയും അനുസരിച്ചാണ് പ്ലാന്റുകളുടെ വില ഈടാക്കുന്നത്. അപ്പോഴേ ഇതൊക്കെയാണ് ഇന്നത്തെ അഡീനിയം പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ. മറ്റൊരു പ്ലാന്റുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം.